പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജൂൺ മാസം 13 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനെ സ്തോത്രം ചെയ്തേ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഒന്നോർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ട് പോയ പകൽക്കാലം കർത്താവ് നമ്മളെ സൂക്ഷിച്ചത്. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങളൊക്കെ നിറഞ്ഞ ലോകത്തിൽ കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ കോഴി തൻ്റെ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചതുപോലെ കഴിഞ്ഞ പകൽക്കാലം നമ്മളെ ഒളിപ്പിച്ചു വെച്ച ദൈവകൃപയ്ക്കായിട്ട് കരമുയർത്തി സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം തന്ന നല്ല ഉറക്കത്തിനായിട്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്കൊന്ന് സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് കരം ഉയർത്തി ഒന്ന് സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യാം. ഇത് യഹോവയാൽ സംഭവിച്ചു, മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായി എന്ന് പറയത്തക്കവണ്ണം ദൈവിക അത്ഭുതങ്ങളുടെ ഒരു പകൽക്കാലമാക്കി കർത്താവ് ഈ പകൽക്കാലത്തെ തീർത്തിരിക്കുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങളോടുള്ള അങ്ങയുടെ ദയ വലുതാകിയാൽ സ്തോത്രം, അങ്ങയുടെ ദയ വലുതാകിയാൽ സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവിൻ്റെ കൃപകളെ ഓർത്ത് ഞങ്ങൾ ഈ പ്രഭാതി നന്ദി പറയുന്നു. കർത്താവ് നല്ലവൻ, കർത്താവ് വിശ്വസ്തൻ, കർത്താവ് മാറാത്തവൻ, കർത്താവ് അത്യുന്നതനാകിയാൽ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു 96 സങ്കീർത്തനം, വരുവീൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ചു ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക, നാം സ്തോത്രത്തോടെ കർത്താവിൻ്റെ സന്നിധി ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ കർത്താവിനെ ഘോഷിക്കുക. യഹോവ മഹാദൈവമല്ലോ, കർത്താവ് സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. എല്ലാവരുടെയും കാര്യങ്ങൾ ഉയർത്തി ആമേൻ പ്രാർത്ഥിച്ചാട്ടെ. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ദിവസത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ 13 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും അപ്പം തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. രോഗികൾ ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ സൗഖ്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസിൻ്റെ മേലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഹൃദയത്തിൽ ദൈവിക സൗഖ്യം വ്യാപരിക്കട്ടെ. എല്ലാ ബ്ലോക്കുകളും മാറിപ്പോകട്ടെ. ഹാർട്ട് മസിൽസിൻ്റെ വീക്ക്നെസ്സുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹാർട്ട് നോർമലായി ഫങ്ഷൻ ചെയ്യട്ടെ. കാർഡിയോ വാസ്കുലർ സിസ്റ്റം യേശുവിൻ്റെ നാമത്തിൽ നോർമലായി ഫങ്ഷൻ ചെയ്യാൻ കൽപ്പിക്കുന്നു. പൂർണ്ണ ആരോഗ്യവും സ്വസ്ഥതയും കർത്താവ് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, അതുപോലെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. തലമുറകളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ട ദമ്പതികളെ ഞങ്ങൾ അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അതിനുള്ള കുറവുകൾ എന്ത് തന്നെയാണെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിഹരിക്കപ്പെടട്ടെ. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപ്പയുടെ ദാനമായ മക്കൾ ഈ കുടുംബങ്ങൾക്കുണ്ടാകട്ടെ. ഇവർ മക്കളാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ കുടുംബം മക്കളാൽ നിറയപ്പെടട്ടെ. കുഞ്ഞുങ്ങൾ ഈ ഭവനങ്ങളിൽ ഉണ്ടാകട്ടെ. ഇനി ഒരിക്കലും ഈ ഭവനത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല എന്നൊക്കെയുള്ള ചിന്തകൾ മാറി യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങളാൽ ഈ ഭവനം നിറയുന്നതിനായി സ്തോത്രം. ആമേൻ. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രഖ്യാപിക്കുന്നു. ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ടും ആമേൻ മക്കളില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കുടുംബങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങളാൽ നിറയട്ടെ. അവർ മക്കളുടെ അപ്പനും മക്കളുടെ അമ്മയുമായി യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. അതുപോലെ കർത്താവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ മറ്റ് പ്രയാസങ്ങളാൽ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, ജോലിയിലെ ബുദ്ധിമുട്ടുകൾ, ജോലി ഇല്ലായ്മ, ഇങ്ങനെ എന്തൊക്കെയാണോ അതിന്മേലൊക്കെ ദൈവിക പ്രവൃത്തി വെളിപ്പെടുന്നു. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് സമാധാനവും ദൈവിക സ്വസ്ഥതയും കൊടുക്കണമേ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം തൻ്റെ മക്കൾക്ക് കൊടുത്ത് അവരെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന എല്ലാ അഭിഷിക്ത കുടുംബങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവർക്ക്
ചുറ്റും കർത്താവ് തീമതിലായി നിൽക്കണം. ദൈവകൃപ കൊടുത്ത് അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഇന്ന് വെള്ളിയാഴ്ച കർത്താവെ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സഭായോഗങ്ങളെ അനുഗ്രഹിക്കണം. എല്ലായിടത്തും കർത്താവിൻ്റെ ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. നമ്മുടെ മീറ്റിംഗും അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. വൻ കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്നതിന് നന്ദി. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കേണ്ട. ദൈവകൃപ നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ ആമേൻ ഇന്ന് നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കാനുള്ളത്, നമുക്ക് ഇന്ത്യൻ സമയം 8 മണി കഴിയുമ്പോൾ നമ്മുടെ സഭായോഗം ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 2-3 വാക്യങ്ങളാണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ വായിക്കുന്നത്. മാത്യു ചാപ്റ്റർ 16 വേഴ്സ് 2 and 3. അവരോട് അവൻ ഉത്തരം പറഞ്ഞത്, സന്ധ്യാസമയത്ത് ആകാശം ചുവന്ന് കണ്ടാൽ നല്ല തെളിവാകുമെന്നും രാവിലെ ആകാശം മൂടി ചുവന്ന് കണ്ടാൽ ഇന്ന് മഴക്കോളുണ്ടാകും എന്ന് നിങ്ങൾ പറയുന്നു. ആകാശത്തിൻ്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നു, എന്നാൽ കാല ലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ലയോ? നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. നാട്ടിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പൂർവികന്മാർ പ്രായമുള്ളവരൊക്കെ ആകാശത്തോട്ട് നോക്കിയിട്ട് പറയും, ഇന്ന് മഴയുടെ ദിവസമാണെന്ന് പറയും. അതിനെ അവർ ആകാശത്ത് നോക്കി ചിലപ്പം പ്രഭാതയാമത്തിൽ കാണുന്ന കാർമേഘങ്ങൾ, അതൊക്കെ ഒരു അവരുടെ ഒരു കണക്കുകൂട്ടലുകളാണ്. ചിലപ്പോൾ വൈകിട്ട് ചുമന്ന മേഘം കാണും, പറയും മഴ മാറിയിട്ടുണ്ട് കേട്ടോ, ഇനിയും ഈ ആഴ്ചകളിലൊന്നും മഴയുണ്ടാകത്തില്ല. അപ്പോൾ കർത്താവ് പറയും, ഇതൊക്കെ നിങ്ങൾക്ക് വിവേചിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ കാലാവസ്ഥയൊക്കെ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നു. അതനുസരിച്ച് നിങ്ങൾ പല പ്ലാനുകളും ഒക്കെ ചെയ്യുന്നുണ്ട്. മഴക്കാലമാണോ, കുടയെടുക്കണോ വേണ്ട എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. വാർത്ത കേട്ടിട്ടും ഇതൊക്കെ നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. എങ്കിലും കർത്താവ് പറയുക, ആത്മീകമായ കാലാവസ്ഥയെക്കുറിച്ച് ഉയർന്ന തരത്തിലുള്ള അവബോധത്തിലേക്കാണ് കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ നമ്മളെ ക്ഷണിക്കുന്നത്. അതായത് നമ്മുടെ ചുറ്റും നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രകൃതിയിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ സമൂഹത്തിലുണ്ടാകുന്ന പക്ഷേ നമ്മുടെ ചുറ്റും നടക്കുന്ന ആത്മീകമായ ചലനങ്ങൾ, നമുക്ക് ചുറ്റും ദൈവം നമുക്ക് ചുറ്റും ചിലപ്പം ചെയ്യുന്ന ചില പ്രവൃത്തികൾ, ഇതൊക്കെ തിരിച്ചറിയുവാനും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ കാണുവാനും അതിനനുസൃതമായി ജീവിതത്തെ പ്ലാൻ ചെയ്യുവാനും മുൻപോട്ടുള്ള യാത്രയെ പ്ലാൻ ചെയ്യുവാനും നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അത് ഈ ദിവസങ്ങളിൽ നമ്മൾ തിരിച്ചറിയുവാൻ നമ്മളെ കർത്താവ് ഓർപ്പിക്കുകയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിലും ചുറ്റുപാടിലും ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സീസണിലാണ് നമ്മൾ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ദൈവമക്കളും തിരിച്ചറിയണം, നമ്മൾ ഈ ഭൂമിയുടെ ഒരു അവസാന കാലഘട്ടത്തിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നമ്മുടെ കർത്താവിൻ്റെ വരവിൻ്റെ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സീസണിലാണ് നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മൾ ഈ ചുറ്റുപാടിലും പലതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ദൈവിക വചനത്തിലും ദൈവിക വചനത്തിലുള്ള പ്രവചനങ്ങളിലും കർത്താവ് പറഞ്ഞിരിക്കുന്നതായ കാലങ്ങളിലും സമയങ്ങളിലും നമ്മളൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും എന്നിട്ട് ഈ ഭൂമിയിൽ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുകയും ദൈവിക ജ്ഞാനത്തിൽ ഭൂമിയിൽ ജീവിക്കുകയും ചെയ്യാൻ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമുക്ക് ആലോചന തരിക. അതായത് നമ്മൾ ദൈവിക ജ്ഞാനം ഉപയോഗിക്കണം. ഈ കാലഘട്ടങ്ങളെ നമ്മൾ തിരിച്ചറിയണം. സ്പിരിച്വൽ വേൾഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അതിനനുസൃതമായി നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുകയും പ്ലാൻ ചെയ്യുകയും ചെയ്യണം. കാരണം കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സീസണിലാണ് നമ്മൾ നിൽക്കുന്നത്. കർത്താവിൻ്റെ വരവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന തലമുറയാണ് നമ്മുടെ തലമുറ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നതിനെ തിരിച്ചറിഞ്ഞിട്ട് അത് മനസ്സിലാക്കി ദൈവവചനവുമായുള്ള വ്യവസ്ഥയിൽ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളുമായിട്ടുള്ള ആ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കി ജീവിതത്തെ ക്രിസ്തുവിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ കർത്താവിന് വേണ്ടിയും കർത്താവിൻ്റെ സഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തിന് വേണ്ടിയും കൂടുതൽ പ്രവർത്തിച്ച് ദൈവരാജ്യത്തിൽ കൂടുതൽ പ്രയോജനമുള്ളവരായി തീരുവാനും നിത്യതയിൽ കൂടുതൽ പ്രതിഫലം മേടിക്കുവാനും പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മളെല്ലാം വിവേചിക്കുന്നുണ്ട്, പക്ഷേ ആത്മീക കാലഘട്ടം അല്ലെങ്കിൽ ആത്മീക ചുറ്റുപാടുകളിൽ സംഭവിക്കുന്നതിനെ വിവേചിക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ആഹ്വാനം തരുന്നു. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവിനോട് പറഞ്ഞ കർത്താവ് സീസണുകളെ കാലങ്ങളെയും സമയങ്ങളെയും തിരിച്ചറിയുവാൻ കർത്താവ് എനിക്ക് കൃപ തരണം, ദൈവിക ജ്ഞാനം തരണമെന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരിക. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. God bless you. God bless you. God bless you.